ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും വിവിധങ്ങളായ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ സർവീസിൻ്റെ ടൈമിൽ നമ്മൾ എൻജിൻ ഓയിൽ ഫിൽറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ എയർ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാറുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മെക്കാനിക്കിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ മാറുന്നത് പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഫ്യൂൽ ഫിൽറ്ററും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പ്രോപ്പർ ടൈമിൽ ഫ്യൂൽ ഫിൽറ്റർ മാറാഞ്ഞതുകൊണ്ട് ഉണ്ടായ മിസ്സിങ് ഇഷ്യൂ ആയിരുന്നു എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിസ്സിങ് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ വാഹനം എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഫ്യൂവലിൻ്റെ ഒരു പ്രഷർ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ ഫ്യൂവലിൻ്റെ പ്രഷർ, ടാങ്കിൽ നിന്ന് പ്രഷർ പ്രോപ്പറായിട്ട് പമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുവലി പ്രഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഈ ഫ്യൂൽ ഫിൽറ്ററിനോട് ചേർന്നിട്ട് ഒരു പ്രഷർ ചെയ്യുന്നതിന് ഒരു പമ്പുണ്ട്, അതുപോലെ തന്നെ ഒരു ബലൂൺ ടൈപ്പ് പമ്പും ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫ്യൂവൽ കൃത്യമായിട്ട് പമ്പിലേക്ക് എത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫ്യൂവൽ ഫിൽറ്ററും മാറി, അതിൻ്റെ കൂടെ വരുന്ന ആ ഒരു ചെറിയ പ്രസ് ചെയ്യുന്ന ടൈപ്പ് പമ്പും മാറി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫ്യൂവൽ ഫിൽറ്ററൊക്കെ സമയത്ത് മാറുക, വണ്ടിയുടെ മിസ്സിങ് ഇഷ്യൂസൊക്കെ നോക്കുക.